ഹലോ എവരി വൺ. ഞങ്ങൾ ഇന്നലെ ഫാൻസിക്ക് കുട്ടിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഹാദിയുടെ കണ്ണിലെ ഈ ഒരു തോക്ക് അവൻ്റെ കണ്ണിൽ പെട്ടു. അപ്പോൾ പിന്നെ അത് വാങ്ങാതിരിക്കാൻ പറ്റില്ല. ഓൾക്ക് വാങ്ങുമ്പോൾ ഓനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടില്ലെങ്കിൽ ഫുള്ള് സാഡായിക്കാരം. അങ്ങനെ ഈ ഗണ്ണ് വാങ്ങി. ഈ ഉണ്ടയാണ് പ്രശ്നം. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വാങ്ങിയ ഗണ്ണാണ് കേട്ടോ. ഞങ്ങളതിൻ്റെ കവറൊക്കെ പൊട്ടിച്ച് അതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ ഈ തോക്ക് വാങ്ങിയപ്പോൾ ആദ്യം ഉണ്ടൊക്കെയായിരുന്നു തല്ല്. ഇതെന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുള്ള സത്യം പറഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ തോക്ക് എങ്ങനെയാണ്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ ഹോളുകളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലും ഹോളുണ്ട്. ഇതിപ്പോൾ ഈ ഉണ്ട ഏത് കൂടെ ഇടുമെന്നുള്ളൊരു ഐഡിയയും കിട്ടിയിട്ട് അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തു. ഗണ്ണിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് AI കൂടെ സെർച്ച് ചെയ്തു. അപ്പോൾ അതിലിങ്ങനെ കണ്ടു ഇതിൻ്റെ ഉണ്ട ഇടേണ്ട സ്ഥലമൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ബട്ടണുണ്ട്. ആ ബട്ടണ് അമർത്തിയാൽ ഈ അടിയത്തെ പോർഷൻ ഇങ്ങോട്ട് കയ്യിൽ പോരും. അപ്പോൾ അങ്ങനെ അത് നല്ലോണം പ്രസ് ചെയ്യണം. കുട്ടികൾക്കൊന്നും വയ്ക്കില്ല. അപ്പം നമ്മൾ നല്ലോണം പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടിയത്തെ സംഭവം അതെത്ര വലിച്ചിട്ടും കിട്ടണില്ല. അവസാനമാണ് ഈ ബട്ടൺ കണ്ടത്. അപ്പോൾ നല്ലോണം പ്രസ് ചെയ്തപ്പോൾ സിമ്പിളായിട്ട് കിട്ടി. അങ്ങനെ അത് കിട്ടി. അപ്പോൾ അതിലാണ് ഇനി നമ്മൾ ഉണ്ട ഇടേണ്ടത് കേട്ടോ. അങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ വലിക്കാൻ പറ്റുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്. അപ്പോൾ അത് താത്തിയിട്ട് നമുക്ക് എത്ര ഉണ്ട വേണമെങ്കിലും ഇടാം. ഒരു 3 എണ്ണമൊക്കെ ഒരു ടൈമിൽ ഇടാം. ഓനത് പൊട്ടിച്ച് കൈ പിടിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നേരമായിരുന്നു. അപ്പോൾ അതിനൊരു 4-5 എണ്ണം എടുത്തു. അതന്നെ യൂസ് ചെയ്യുള്ളപ്പോൾ ബാക്കിയുള്ളത് എടുത്തു വെച്ചിട്ടോ. പിന്നെ ഇപ്പോൾ എന്ത് വാങ്ങിയാലും കുറച്ച് നേരത്തെ ഒരു കൗതുകം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങളത് ഓനെന്നെ അതിൻ്റെ ഉണ്ടൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ കേട്ടോ. അപ്പോൾ പതുക്കെ ഓനതൊക്കെ ഇട്ട് സെറ്റാക്കിട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിനൊറ്റയ്ക്ക് ചെയ്യട്ടെ വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ സൈഡത്തത് ഇങ്ങനെ അമർത്തിയിട്ട് അങ്ങനെ പതുക്കെ ഉണ്ടകളൊക്കെ ഇട്ടു. ഓനെ കൊണ്ട് വയ്യായിട്ട് ഞാൻ തന്നെ അവസാനം ഇട്ടു കേട്ടോ. കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടികളെ കൊണ്ടൊന്നും നടക്കില്ല. അങ്ങനെ പിന്നെ വേറെ ടൈപ്പ് ഗണ്ണുകളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം നിറക്കണമൊക്കെ. പിന്നെ അതൊന്നും പിന്നെ വെള്ളത്തിൽ കളിയേക്കാരാൻ വിചാരിച്ചിട്ട് ഇങ്ങനത്തെ വാങ്ങിയത്. പിന്നെ ഇപ്പോൾ കുറച്ച് ടൈം തന്നെ ഉള്ളൂ അതിൻ്റെ ആ ഒരു കളിയൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞാനതിലേക്ക് ഇങ്ങനെ ഉണ്ടകളൊക്കെ നിറച്ചിട്ട് അതെനിക്ക് വെക്കണതൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഗണ്ണിൻ്റെ അടിയത്തെ ആ ഭാഗത്ത് വെക്കേണ്ടത്. അപ്പോൾ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ അത് വെച്ച് കൊടുത്തു. എന്നിട്ടത് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഈ മേലത്തെ ഭാഗം ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കണം. അങ്ങനെ അത് വലിച്ചു കൊടുത്താലേ വർക്ക് ചെയ്യുള്ളൂ കേട്ടോ. ഞാനാദ്യം വെറുതെ ഒന്ന് വെച്ച് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഭാഗം ഇങ്ങനെ വലിച്ചിട്ട് നല്ലോണം വലിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്കിങ്ങനെ മനസ്സിലാവും. അതൊന്ന് ബാക്കിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും. ആ ഒരു ടൈമിൽ വെടി വെച്ചാൽ സംഭവം വർക്ക് ചെയ്യും. പക്ഷെ അത്ര ഫോഴ്സൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കുട്ടികൾക്കത് കൈകാര്യം ചെയ്യാൻ കുറച്ച് പണിയാണ്. കുറച്ചും കൂടി വലുതായാലേ ശരിയാവുള്ളൂ. എന്തായാലും ഓനത് കടന്ന് മല്ലിക്കെട്ടിയിട്ടേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിരുന്നു. എന്തായാലും ഞാൻ സംഭവമൊക്കെ പറഞ്ഞു കൊടുത്തു. ഓനെ കൊണ്ട് വയ്ക്കണ പോലെ ഓന്